DGPയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. DGP ഉൾപ്പെടെയുള്ള ഒരു ഉദ്യോഗസ്ഥനെയും മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെയോ അറിവില്ലാതെ ലോക് ഭവനിലേക്ക് ഗവർണർ വിളിച്ചു വരുത്തരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോക് ഭവനെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും മുൻ സർക്കാരിന്റെ കാലത്തും ഇത്തരം നടപടിയുണ്ടായി. അന്നും അതൃപ്തി അറിയിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ഞങ്ങൾ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഞാനിപ്പോഴല്ലേ നിങ്ങളെ കാണുന്നത്. അതിശക്തമായ നിലപാട് ഞങ്ങൾ പണ്ട് മുതൽ ഗവർണർ വിളിക്കേണ്ടതെന്നുള്ള നിലപാട് UDF നിലപാടാണ്. ആ നിലപാട് വളരെ കൃത്യമാണ്. ഇത് ഇപ്പോൾ മാത്രമല്ലല്ലോ ഇത് നടക്കുന്നത്. 2018 ഒക്ടോബറിൽ ജസ്റ്റിസ് സദാശിവം ഗവർണറായിരുന്നപ്പോൾ DGP ലോക്നാഥ് ബെഹ്റയെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചു. ഇന്ന് ലോകഭവനല്ല. 2023 ഡിസംബറിൽ ഗവർണറുടെ കാറിന് നേരെ SFI പ്രവർത്തകർ അക്രമം അയച്ചുവിട്ടതിന്റെ പേരിൽ ചീഫ് സെക്രട്ടറിയെയും DGPയെയും രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചു. IPC 124 വകുപ്പ് പ്രകാരം കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തു. ഇതൊക്കെ സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിവാദമായ മലപ്പുറം പ്രസംഗത്തിന്റെ പേരിൽ ഗവർണർ ആരിഫ് ഖാൻ 2024 ഒക്ടോബർ 7 ചീഫ് സെക്രട്ടറിയെയും DGPയെയും രാജ്ഭവനിലേക്ക് വിളിച്ചിരുന്നു. ഇതൊക്കെ വാർത്തകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞാണ്, ഓർമ്മപ്പെടുത്താൻ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചത് ആദ്യമായിട്ടാണ് ഒരു ഉദ്യോഗസ്ഥനെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് വിചാരിച്ചത്. നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അന്നും പ്രതിഷേധിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രതിഷേധിച്ചു. അതുകൊണ്ട് എന്താ കാര്യം, നമ്മൾ വിയോജിപ്പ് നേരത്തെ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. UDFന്റെ രാഷ്ട്രീയമായ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരും ആ കാര്യത്തിലൂടെ യാതൊരു കാരണവശാൽ ഞാനിപ്പോഴല്ലേ നിങ്ങളെ കാണുന്നത്, ശക്തമായി ഞങ്ങൾ എതിർപ്പ് പറയും. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കാൻ ഭൂമി നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. രാമൻതുരത്തിൽ 18.16 ഏക്കർ ഭൂമി ഷിപ്പ്യാർഡിനായി നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 5000 കോടിയുടെ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു സെൻട്രൽ PSU ആണ് 5000 കോടി രൂപയുടെ നിക്ഷേപം നമുക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അവിടെ ഒരു വലിയ ഒരു എംപ്ലോയ്മെന്റ് ജനറേഷനും അതുപോലെയുള്ള കൊച്ചിയുടെ മറ്റ് വികസന സാധ്യതകൾക്കും ഇതൊരു വലിയ ഹേതുവായി തീരുമെന്നാണ് നമ്മൾ ചെയ്യുന്നത്.